This call is now being recorded. بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 16ാമത്തെ ദുആ. ഈ പ്രാർത്ഥനയെ പറ്റിയിട്ട് ഈ പ്രാർത്ഥന നമുക്ക് പറഞ്ഞിരുന്നത് നമ്മളെ ഉമ്മയായിട്ടുള്ള ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്കുള്ളത്. അപ്പൊ ഈ പ്രാർത്ഥനയെ പറ്റി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്തൊക്കെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്കൊരു ഖൈറിന് അള്ളാഹ് തരുന്ന സമയത്ത്, ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി, പലരും അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഈ ഒരു ഖൈറിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ ഇതിൽ കേൾവിക്കാരാക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ കണ്ണുകളെ ഉറക്കച്ചടവിൽ നിന്നും മാറ്റി, അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ ഉറക്കച്ചടവിൽ നിന്നും മാറ്റി ഇതിൽ കണ്ണും കാതും നമുക്കിവിടെ വെച്ചിരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവർ, അത് നമ്മളെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ നല്ല കൂവത്തിനെ കൊണ്ടും അല്ല, അള്ളാന്റെ തൗഫീഖാണ്. കാരണം എന്താ അറിയോ, ഇന്നലെ ഇതിൽ ജോയിൻ ചെയ്തവർക്ക് ഒരു പക്ഷെ ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റണില്ല, ഓരോ ഉറക്കത്തിലേക്ക് പോയി. അത് അവരുടെ ദുർബലതയാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൂവത്തല്ല, അള്ളാന്റെ തൗഫീഖാണ്. നമുക്കുണ്ട് നോമ്പ്, നമുക്കുണ്ട് ക്ഷീണം, നമുക്കുണ്ട് എന്താ പറയാ ഉറക്കം. പക്ഷെ അവിടെ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിപോഷിപ്പിക്കുന്നുണ്ട്, നമ്മളെ കൂട്ടി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യം പറയാനുള്ളത് ഉള്ളറിഞ്ഞൊന്ന് അൽഹംദുലില്ലാ എന്നൊന്ന് പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാകിരീങ്ങൾ ഉൾപ്പെടുത്തുമാറാട്ടെ. അപ്പോ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാൻ പറ്റും. ഈ പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെയും ചൊല്ലാറുണ്ടായിരുന്നു എന്നുള്ള പ്രാർത്ഥന നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ ആദ്യം ഇതൊന്ന് വായിക്കാം. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അസ്ലിമ ഔ ഉസ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. നല്ല രസല്ലേ? അഥവാ സുബ്ഹാനല്ലാഹ്, എല്ലാതും നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് ആദ്യം തന്നെ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രത്യേകമായിക്കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ അറിയോ, നമുക്ക് ഈ വാദും വായും ഇത് രണ്ടും നമ്മൾ എന്താക്കാറുണ്ട്, ഒന്നാക്കി ഉച്ചരിക്കാറുണ്ട്. നോക്കി, അതില്ലാന്നും വന്നിട്ടുണ്ട്, അദ്ലിമാന്നും വന്നിട്ടുണ്ട്. അപ്പൊ അത് രണ്ടിനെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ഓരോരുത്തരോടും, എന്നോടെന്ന പോലെ ഓരോരുത്തരടുത്തും ഉണർത്താനുള്ളത്. അപ്പോ ഈ പ്രാർത്ഥനനെ പറ്റിയിട്ട് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കി. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, പറയാനുള്ളത്, നമ്മൾ എവിടേക്കോ പുറത്തേക്ക് ഇറങ്ങുന്നോ, അല്ലെങ്കിൽ നമ്മൾ ഒരു മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിലാവുന്ന സന്ദർഭങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? അഥവാ അവിടെ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ബാക്കിയുള്ളവരെ കാണാൻ നിൽക്കുന്നത്, അല്ലെ? ബാക്കിയുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം അവിടെയാണ്. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമുക്കൊന്ന് വീട്ടിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങാതെ തന്നെ നമ്മൾ ആളുകളുമായിട്ട് ഇടപഴകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? വീട്ടുകാരുമായിട്ട് മാത്രമല്ല, വീട്ടിനുള്ളിലിരിക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ആളുകളുമായിട്ട് നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെയും ഈ ഒരു പ്രാർത്ഥന, ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്, മീൻസ് സംസാരങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ
ചർച്ചകളിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുൻപായിക്കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കഴിഞ്ഞ പ്രാർത്ഥനകളിൽ ഓരോന്നിൽ നമ്മൾ കണ്ടാണ് സുബ്ഹാനല്ലാഹ് ഓരോരോ കുഞ്ഞു പഴുതുകൾ പോലും അടച്ച് ഒരു കുഞ്ഞു കുഞ്ഞു കാര്യം പോലും ചോദിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ചോദിക്കണതല്ലേ. സുബ്ഹാനല്ലാഹ് ഇവിടെ എന്താണ് ഈ ഒരു പ്രാർത്ഥന, അഥവാ എല്ലാ തരത്തിലും ഒരു മനുഷ്യന് എന്താ പറയാ, അവന് ഇടിയുന്നതിൽ നിന്നും എല്ലാ തരത്തിലും ഒരു മനുഷ്യന് ആൾക്കാരുടെ മുൻപില് മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപഴകലില് എല്ലാ തരത്തിലും ഒരു മനുഷ്യന് എന്താണ് താഴ്ന്നു പോകുന്നതിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാവലിനെ തേടാണ്. ആദ്യത്തിൽ എന്താ പറയണത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അത് ഞാൻ പറയാതെ തന്നെ ഓരോരുത്തർക്കും അതിന്റെ ഒരു ഭംഗി എത്രത്തോളാണെന്നുള്ളത് അറിയണ്ടാവുമല്ലോ. കാരണം അള്ളാഹുവെ നമ്മൾ മലയാളത്തിൽ പറയുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ പറ്റും അള്ളാഹുവെ ഞാന് നിന്നോട് ശരണം തേടുന്നു അല്ലെങ്കിൽ രക്ഷ തേടുന്നു എന്നുള്ളത്. പക്ഷെ അഊദു ബിക, അള്ളാഹുവെ നിന്നോട് ഞാന് അഊദു ബിക എന്ന് പറയുന്ന സമയത്ത് ശരിക്കും ഈ ശരണം തേടുക, രക്ഷ തേടുക എന്നുള്ളതിൽ നമ്മൾ ഒരിക്കലും ഒതുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ പ്രാർത്ഥന പറയുമ്പോഴും അതിന് ഒരുപാട് അർത്ഥങ്ങൾ സുബ്ഹാനല്ലാഹ് ഉണ്ടായിരിക്കും. അപ്പൊ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ളത്. നമുക്കറിയാം അഊദു ബിക എന്ന് പറഞ്ഞാൽ റബ്ബേ നിന്നിലേക്കാണ് രക്ഷ, നിന്റെ അടുത്തേക്കാണ് ഓടാനുള്ളത്, നീ മാത്രമാണ് എനിക്ക് രക്ഷ തരാനുള്ളത്, നിന്റെ രക്ഷ മാത്രമാണ് എനിക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ളത്, എനിക്ക് മതിയായത്, എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളത്, നിന്റെ രക്ഷ കൊണ്ട് മാത്രമേ എനിക്ക് രക്ഷ കിട്ടുള്ളൂ. ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പറയണത്, അൻ അദില്ല. ആദ്യം തന്നെ പറയുന്നത് അൻ അദില്ല, ഞാൻ വഴി പിഴപ്പിക്കുന്നതിൽ നിന്നും. അഫ്വൻ, ഞാൻ വഴി പിഴക്കുന്നതിൽ നിന്നും. ആദ്യം ഞാൻ വഴികേടിലാണ്, ഞാൻ വഴി തെറ്റിപ്പോണേന്നുള്ള നിന്നോട് ദയ രക്ഷ ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല. അള്ളാഹുവെ ഞാൻ വഴി തെറ്റിപ്പോണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവെ നീ വഴിപ്പഴച്ച കുറച്ച് കൂട്ടരുണ്ട്, അതിൽ എന്നെ പെടുത്തല് നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു അഥവാ ദുനിയാവിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ആദ്യത്തിൽ എന്താണ്, അൻ അദില്ല. കാരണം നമുക്കറിയാം ദുനിയാവാണ് നമ്മളെ വഴിപിഴപ്പിക്കുന്നത് അല്ലെ, ദുനിയാവിലെ ഫിത്നകളിലാണ് നമ്മൾ വഴുതി വീണ് പോണത്. അപ്പൊ അൻ അദില്ല, ഞാൻ വഴിപഴക്കുന്നതിൽ നിന്നും. രണ്ടാമത്തെ സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ കാരണം മറ്റൊരാൾ വഴികേടിലാവണെന്ന്, ഞാൻ വഴി പിഴപ്പിക്കുന്നതിൽ നിന്ന്, ഞാന് ശൈത്താന്റെ പണിയെടുക്കുന്നതിൽ നിന്ന്, എന്നെ കാരണം, ഞാൻ കാരണം ശൈത്താന് ഒരാളെ വഴിപിഴപ്പിക്കുക. സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾക്ക് എത്ര, ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, നമ്മളെ ചിന്തകളിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. നമുക്ക് നമ്മളൊരു എന്താ പറയാ, ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, ഓന് കാരണാണ് ഞാൻ അത് ചെയ്തത്, ഓന് കാരണാണ് ഞാൻ അത് കേട്ടത്, ഓന് കാരണാണ് എനിക്ക് ഈ ഗതി വന്നത്, ഓന് കാരണാണ് എന്റെ ഈമാൻ പോയത്, ഓൻ കാരണാണ് അല്ലെങ്കിൽ ഓള് കാരണാണ് ഞാൻ അന്നത് കണ്ടുപോയത്, അല്ലെങ്കിൽ ഓള് കാരണാണ് ഞാൻ ഇന്ന് ഇപ്പൊ ഇതിന് അഡിക്റ്റ് ആയി പോയത്. സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഓള് കാരണം എന്നുള്ളടത്ത് ആ അവള് എന്നുള്ളത് നമ്മളാവരുത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവെ വഴി പിഴപ്പിക്കുന്നതിൽ നിന്നും ഞാൻ കാരണക്കാരൻ, വഴികേടിൽ ഇന്നെ കാരണക്കാരനാക്കല്ല അള്ളാഹ്. രണ്ടാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത് എന്താണ്, ഔ അസില്ല. അള്ളാഹുവെ ഞാന് അബദ്ധത്തിൽ പെടുന്നതിൽ നിന്നും. നമ്മള് സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിക്കുക, ഒരു ദിവസത്തേക്ക് കടന്നു കഴിഞ്ഞാൽ എത്ര പോരം അബദ്ധങ്ങളിലാണ് നമ്മൾ പെടുക. എത്രമാത്രം അബദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്, ബോധമില്ലാണ്ട് ചെയ്യാണ് അല്ലെ. ഞാൻ സുബ്ഹാനല്ലാഹ് ഒന്ന് ആലോചിക്ക്, ആ ഒരു അബദ്ധത്തില് ഞാൻ വീഴുന്നതിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. കാരണം നമ്മൾ അബദ്ധത്തിൽ പെടുന്ന സമയത്ത് അത് ബാക്കിയുള്ളവർക്ക് പൊട്ടിച്ചിരിക്കാനിരിക്കും അല്ലെ. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കാത്തിരിക്കുന്നത് നമ്മൾ അബദ്ധത്തിൽ വീഴാനാണ്. അബദ്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ജാഹിലുകളായി മാറും. അബദ്ധത്തിലൂടെ നമ്മൾ വഴികേടിലേക്ക് എത്തും. അതുകൊണ്ട് എന്താണ്, ഔ അസിൽ, അള്ളാഹുവെ ഞാൻ അബദ്ധത്തിൽ പെടുന്നതിൽ എന്താ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്. ഔ ഉസല്ല, ഞാൻ എന്ത് ചെയ്യും, അബദ്ധത്തിൽ പെടുത്തുന്നിരുന്നു. ഞാൻ കാരണം ഒരാൾ അബദ്ധത്തിൽ പെടാൻ പാടില്ല, ഞാൻ കാരണം ഒരാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മിസ്റ്റേക്ക് അവിടെ വരാൻ പാടില്ല.
സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ സേഫ് ചെയ്യുന്നതോടൊപ്പം മനുഷ്യന്മാരുമായിട്ടുള്ള ബന്ധത്തെ കൂടിയാണ് സുബ്ഹാനല്ലാഹ്, നമ്മളെ ആൾക്കാരുമായിട്ടുള്ള ബന്ധത്തെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവിടെ സേഫ് ചെയ്യണം അല്ലെ. മൂന്നാമതായിക്കൊണ്ട് അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണ് ചോദിക്കുന്നത്? ഔ അസ്ലിമ, ഞാന് ആക്രമിക്കുന്നതിൽ നിന്ന്. ഔ അസ്ലിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ പോയിട്ട് അങ്ങോട്ട് ഉപദ്രവിക്കുക. ചില സമയത്ത് സുബ്ഹാനല്ലാഹ് ഒന്നും വേണ്ട, നമ്മള് പല വാക്കുകളാലും സുബ്ഹാനല്ലാഹ് ഇപ്പം കൈ കൊണ്ടുള്ളത് അഥവാ നമ്മൾ പറയത്തില്ല അഥവാ കൈ കൊണ്ടുള്ള തല്ലിനേക്കാൾ മുറിവുണ്ടാക്കും ചിലപ്പോ എന്ത് വാക്കുകൾ കൊണ്ടുള്ളത് അല്ലെ. ഇപ്പൊ അക്രമങ്ങൾ മുഴുവൻ എന്താണ്? വാക്കുകൾ കൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയകളിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? വിശ്വാസികളെ ആക്രമിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ. എന്നിട്ടോ ഈ വിശ്വാസികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറച്ചിൽ, തർക്കം, മറ്റൊരാളെ വേദനിപ്പിക്കുക, തിരിച്ച് അപ്പൊ പിന്നെ അവര് തിരിച്ചിങ്ങോട്ട് 2 പതിന്മടങ്ങ്. സുബ്ഹാനല്ലാഹ്, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതാണ് നമ്മളെ ദീന്? തർക്കങ്ങളിലൂടെയാണ് ഒരാളെ ഹിദായത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോരോ സോഷ്യൽ മീഡിയകൾ, ഇപ്പൊ യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, മറ്റുള്ള ഏത് സോഷ്യൽ മീഡിയ ഒന്നും വേണ്ട, വാട്സപ്പ് സ്റ്റാറ്റസുകൾ ആയിക്കോട്ടെ, എന്താണ് അവിടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ മറ്റൊരാളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്? ഓക്കെ, നമ്മളടുത്താണ് 100% ശരിയെങ്കിലും നമ്മളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് സ്വീകരിച്ചവർ എങ്ങനെയുള്ളവരായിരുന്നു? നമ്മൾ കണ്ടതാണല്ലേ. ഫസ്റ്റിലൊക്കെയും ദീനിലേക്ക് വന്നവർ ആരാണ്? അവര് എന്താണ് ആക്രമിക്കപ്പെട്ടവരായിരുന്നു ഇസ്ലാമിലേക്ക് ഫസ്റ്റ് ആകർഷിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഇസ്ലാം സലാമിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. അവിടെ ആരും ആക്രമിക്കപ്പെടൂല. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത. ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൽ എന്ന് പഠിപ്പിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കേണ്ട സൂറത്താണത്. എന്ത് സുബ്ഹാനല്ലാഹ്, എത്രമാത്രം മാന്യതയുള്ള സ്വഭാവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഹുജറാത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയോ, നമ്മൾ ഇന്ന് വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കപ്പെടുന്നവര് നാളെ അവര് തൗബ ചെയ്ത് മടങ്ങി അവര് മുഅ്മിനീങ്ങളായി ഏറ്റവും മുഹ്സിനീങ്ങളായ റബ്ബിനെ കാണുന്ന സമയത്ത് നമ്മൾ ഈ വാക്കുകൾ നമ്മൾ എവിടെ കൊണ്ടായിട്ടാണ് നമ്മൾ അതിനെ ശുദ്ധിയാക്കാൻ പറ്റുക? സുബ്ഹാനല്ലാഹ്, ഈ അസ്ലിമ എന്നുള്ളത് ഉണ്ടല്ലോ, വളരെ വളരെ എന്തെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വാക്കുകൾ കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. ഒരു ബോധവുമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് തോന്നുന്നുണ്ടോ നമ്മുടെ മാർഗമാണ്, നിങ്ങളെ ഭാഗമാണ് ഹക്ക് എന്നുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യും? അവരോട് സ്നേഹത്തില് പറയും, അവരെ ഗുണങ്ങൾ എടുത്തു പറയും, എന്നിട്ട് അവരോട് പറയും, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവർക്ക് മിസ്റ്റേക്ക് വന്ന വീഡിയോ എടുത്തു, നമ്മൾ അത് എഡിറ്റ് ചെയ്തു, എന്നിട്ട് അതിനെ ആക്ഷേപിച്ചു. ഇത് തർക്കാണ്. ഇത് ഇസ്ലാം ദീനല്ല. ഓരോരുത്തരോടും പറയാനുള്ളത്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഹുസ്നു ളന്നോട് കൂടി ദഅവത്ത് ചെയ്യാനാണ്, ഹുസ്നു ളന്നോട് കൂടി എത്തിച്ചു കൊടുക്കാനാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തന്റെ മൂത്താപ്പായിട്ടുള്ള അബൂ ത്വാലിബ് മരിക്കുന്ന സമയത്തോളം കാണിച്ചു തന്നിട്ടുള്ളത്. എന്റെ പൊന്നു മൂത്താപ്പ എന്ന് വിളിച്ചിട്ടാണ്. അവിടെയും ഒന്ന് ഷഹാദ എടുത്താൽ മതി, ബാക്കിയൊക്കെ ഞാൻ അള്ളാഹിനോട് ചോദിച്ചോളാം അല്ലേ? അവിടെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലുഖാണ് നമുക്ക് അവിടെ കാണാനുള്ളത്. മരിക്കാൻ നിൽക്കുന്ന സമയമാണ്, മറ്റുള്ളവരിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ വളരെ അധികം സൂക്ഷിക്കേണ്ടുന്ന വിഷയമാണത്. അതുകൊണ്ടാണ് കാരണം വളരെ സങ്കടം തോന്നിപ്പോയി. ഒരാവശ്യത്തിന് വേണ്ടി ഇൻസ്റ്റഗ്രാം എന്താ പറയാ ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ അതിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഖ്ബാറുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്,
നമ്മളെ ഹൃദയങ്ങളിലേക്കൊന്നും ഇത്തരത്തിലുള്ള അഴുക്കുകൾ നമ്മൾ കടത്താതെ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള മാരകമായിട്ടുള്ള സ്വന്തം പക്ഷം എന്നുള്ള അഥവാ ഖുർആനും സുന്നത്തും നിങ്ങളെ കയ്യിലുണ്ട്, അതിനെ മുറുക്കെ പിടിച്ചോ. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അണപ്പല്ലുകൾ കൊണ്ട് കൂട്ടിപ്പിടിക്കാനാ പറഞ്ഞത്. ബാക്കി ഖുർആനും സുന്നത്തിനോടും യോജിക്കുന്നതിന് നമ്മൾ സ്വീകരിക്കാം, അതല്ലാത്തതിന് എന്ത് ചെയ്യാം, വിടുക. അത്രയാണുള്ളത്. അവസാനത്തിൽ നമ്മളെല്ലാരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈർ. വളരെ വിഷമം തോന്നിയതുകൊണ്ടാണ് അതിന് അത്രയും എടുത്തു പറയേണ്ടി വന്നത്. ഓരോരുത്തർക്കും വ്യക്തമായിട്ടുണ്ടാവുന്ന കരുതണം. ഞാൻ ആക്രമിക്കുന്നതെന്ന് കൈകൊണ്ട് 4 കൊടുക്കല് മാത്രല്ല അക്രമം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ വാക്കുകൊണ്ട് ഒരാൾക്ക് വേദനിച്ചാൽ അത് അക്രമാണ്. നമ്മളെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് ഒരാളെ ആക്രമിക്കാം, നമ്മളെ എഴുത്തുകൾ കൊണ്ട് നമുക്ക് ആക്രമിക്കാം, ഓരോ കാര്യങ്ങൾ കൊണ്ട് അക്രമം പലതരത്തിലും നമുക്ക് ആക്രമിക്കാം. എല്ലാ തരത്തിലുള്ള അക്രമങ്ങളിൽ നിന്നും റബ്ബേ നിന്നോട് തന്നെ ഞാൻ രക്ഷ ചോദിക്കുന്നു. എന്നിട്ട് അടുത്ത് എന്താ പറഞ്ഞത് അറിയോ? അള്ളാഹുവെ ഞാൻ ആക്രമിക്കുന്നതെന്നും. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ, ആദ്യത്തിലൊക്കെയും അള്ളാഹുവെ ഞാൻ വഴിപെക്കുന്നതിൽ നിന്ന് ആദ്യം പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ അബദ്ധത്തിൽ വീഴു പോകുന്നതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ എന്താ പറഞ്ഞു? ഞാൻ ആക്രമിക്കുന്നതിൽ നിന്നും ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും. അവരുടെ അക്രമം എനിക്കും താങ്ങാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, സുബ്ഹാനല്ലാഹ്. ഒന്നും വേണ്ട, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. നമ്മൾ ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളെ മനസ്സിനുള്ളിൽ അയാളെ പറ്റിയിട്ട് സ്നേഹം ഇങ്ങനെ നിറഞ്ഞൊഴുകുവോ? നമുക്കത് വേദനയായിരിക്കും അല്ലെ? പിന്നെ അതിന്റെ പുറമെ നമ്മളെ മനസ്സ് ക്ഷീണിക്കും, നമ്മൾ തളരും, പലതരത്തിലുള്ള വിഷമങ്ങളും നമുക്ക് നേരിടേണ്ടി വരും, പലതരത്തിലും അല്ലെ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താണ്? ഞാൻ ആക്രമിക്കപ്പെടുന്നതിൽ നിന്നും അള്ളാഹുവെ ഞാൻ എന്ത് ചെയ്യാണ്, നിന്നോട് രക്ഷ ചോദിക്കുന്നു. 4മതായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച കാര്യം എന്താണ്? ഔ അജ്ഹല, ഞാൻ പൊട്ടനാവുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പറയില്ലേ, ഇന്നെന്താ നിങ്ങൾ പൊട്ടനാക്കുകയാണെന്ന് നമ്മൾ ചോദിക്കില്ലേ? അജ്ഹല, ഞാൻ വിഡ്ഢിയാകുന്നതെന്ന്. ഇവിടെ ജഹാലത്തിന് നമ്മൾ 2 മാനകൾ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് അറിവില്ലായ്മയും അവിവേകവും ജഹാലത്താണ്. അറിവില്ലായ്മയും ജഹാലത്താണ്, അവിവേകവും ജഹാലത്താണ്. ആ 2ൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇനിയോ ഔയുജ്ഹല, ഞാൻ മറ്റുള്ളവനെ പൊട്ടനാക്കുന്നതിൽ നിന്നും, ഞാൻ മറ്റുള്ളവരെ വിഡ്ഢിയാക്കുന്നതിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു 4 കാര്യങ്ങള് നമ്മളോട് നമ്മോട് തന്നെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയും, ഈ 4 കാര്യങ്ങൾ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടിയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും, നമ്മൾ കാരണം മറ്റുള്ളവർക്കും ബാധിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ശരിക്കും സുബ്ഹാനല്ലാഹ് മനുഷ്യന്മാരുമായിട്ടുള്ള അള്ളാന്റെ മഖ്ലൂക്കുകളുമായിട്ടുള്ള ബന്ധം നമുക്ക് എത്ര ഭംഗിയായി. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ സേഫ് ആയി കഴിഞ്ഞാല് നമ്മളെ ഒരു ദിവസം അവിടെ സേഫ് ആയില്ലേ? അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പ്രയാസങ്ങൾ എന്നെ ബാധിക്കുന്നതിൽ നിന്നും, ഞാൻ കാരണം മറ്റൊരാൾ പ്രയാസപ്പെടുന്നതിൽ നിന്നും നമ്മൾ രക്ഷ ചോദിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വളരെ പ്രത്യേകിച്ച്. കാരണം ഞാൻ ഈ അദ്ലിമനെ വീണ്ടും വീണ്ടും എടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു പക്ഷെങ്കിൽ നമുക്ക് സത്യമാണെന്ന് ബോധ്യമായി കഴിഞ്ഞാല് അപ്പുറത്തൊരാളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ സ്റ്റോറിയോ മറ്റ് അപ്ഡേഷനോ അല്ലെങ്കിൽ അവരുടെ ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ വീഡിയോ ക്ലിപ്പ് എന്തെങ്കിലും നമ്മൾ കാണുകയാണ്, ഈ സത്യത്തിനെതിരായിക്കൊണ്ട് അവരെ പ്രകോപിച്ച് ഇട്ടിട്ടുള്ള ഒരു കണ്ടന്റ് വരുന്നത്, പ്രത്യക്ഷത്തിന് പൊടുന്നനെ നമ്മൾ എന്താ ചെയ്യാറിയോ? നമ്മൾ ഒരിക്കലും നസീഹത്തോട് കൂടിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാനാവില്ല ഭൂരിഭാഗവും നമുക്ക് തോന്നുക. പൊടുന്നനെ ആ സ്പോട്ടിൽ ഒരു പക്ഷെങ്കിലും മാനുഷികമായിക്കൊണ്ട് ഒരു പക്ഷെ നമുക്ക് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാളും സൂപ്പറായിട്ട് തിരിച്ചടിക്കാനാ തോന്നുക. തീർച്ചയായും അവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിച്ച സത്യം, നമ്മൾ ചിലപ്പോൾ തെളിവുകൾ കൊണ്ടേയിരിക്കും അതിനേക്കാൾ സൂപ്പറായിട്ട് തിരിച്ചടിക്കണമെങ്കിലും അയാൾക്ക് ചിലപ്പോൾ അത് ഹക്കാണെങ്കിലും അയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. അയാൾ നോക്കൽ എന്താ പറയാ, നമ്മൾ അടുത്ത മിസ്റ്റേക്ക് എന്താന്നാവും നോക്കുക. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ വഴിപെയ്ക്കുന്നതിൽ നിന്ന്, സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരാളെ വഴിപിഴപ്പിക്കുന്നതിൽ നിന്ന്, സുബ്ഹാനല്ലാഹ്, ഒരാളുടെ മനസ്സിലും ഞാൻ കാരണല്ലേ, അവള് കാരണല്ലേ
എനിക്ക് ഈ ഒരു ഗതി വന്നത്? സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയില്ല യാ ലൈതനി എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, നരകക്കാര് പറയണത് എന്താണ്? അങ്ങനെയുള്ള ഒരാളുടെ കൂടെ കൂട്ടുകാരനാക്കേണ്ടതില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അവനെ കൂട്ടുകാരനാക്കേണ്ടതില്ലായിരുന്നല്ലോ എന്ന് ആൾക്കാർ പറയുന്ന സമയമുണ്ട്. യാ ലൈതനി യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. എന്റെ നാശമേ, ഇന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിക്കേണ്ടിയിരുന്നില്ലല്ലോന്ന്. അതുകൊണ്ട് ഈ ഒരു യാ ലൈതനി എന്നുള്ള ആ ഒരു നാശത്തെ വിളിച്ചിട്ട് ആ ഒരു പറയുന്നതിൽ നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മനുഷ്യന്മാരോടായാലും ഏറ്റവും നല്ല ഹുസ്നുവന്നോടുകൂടി നമ്മൾ പെരുമാറുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ആവർത്തിച്ച് പറയാണ്, ഇത് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെയധികം പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. നമ്മൾ ഒന്നും കൂടെ നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യന്മാരുമായിട്ടുള്ള ഷുഗലിലേക്ക് ഇറങ്ങുന്ന, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഭാര്യമാരാണുള്ളത്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിയായിട്ടുള്ള മറ്റ് ഇടപഴകലുകളായി. സുബ്ഹാനല്ലാഹ്, ആ സമയമൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ മുറുകെ പിടിക്കുകയും പ്രാർത്ഥനയെ എവിടെയൊക്കെ, ഇപ്പൊ നമ്മളത് ചിലപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ലേ നമ്മൾ ഈ ഫോൺ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ നമ്മൾ എണീച്ച് നിന്ന് നമ്മൾ ഫോൺ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കാരണം മനുഷ്യന്മാരുമായിട്ടുള്ള ഇടപെടലുകൾ അപ്പളേ തുടങ്ങുകയാണ്. അവസാനത്തിൽ നമ്മൾ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞതിനേക്കാളേറെയും കേൾക്കുന്നതിനേക്കാളേറെയും ഒക്കെ ഇഖ്ലാസോടുകൂടി അമല് ചെയ്യാന്, പ്രാർത്ഥിക്കാന് അവസാനത്തിൽ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. أقول قولي هذا فاستغفر الله لي ولكم ولسائر المسلمين فاستغفروه إنه هو الغفور الرحيم. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. പരസ്പരം പ്രാർത്ഥനകളിൽ ഓർമ്മിക്കുക. അതുപോലെ തന്നെ വളരെ നസീഹത്തോടു കൂടി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്താണോ അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.